ജനവിരുദ്ധ ചട്ട ഭേദഗതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അർദ്ധദിന സത്യാഗ്രഹ സമരം നടത്തുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക, പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം 18-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും സത്യാഗ്രഹവും നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജകുമാരി യൂണിറ്റിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് വി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതിയെ സംബന്ധിച്ച് ഏകോപന സമിതിയുടെ യജമാനന്മാർ എന്ന് പറയുന്ന ഈ നാട്ടിലെ മനുഷ്യരാണ്, ഞങ്ങളുടെ ഉപഭോക്താക്കളാണ്. സംശയരഹിതമായി ആ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന പ്രശ്നം വ്യാപാരിക്കും പ്രശ്നമാണ്. ആ ഒരു അർത്ഥത്തിൽ പിന്നെ വ്യാപാരികൾ പലരും കെട്ടണം പണിതിരിക്കുന്നവരാണ്, വാടകക്കാരാണ്, ബാധിതരാകുന്നവരാണ്, ഒരർത്ഥത്തിന് ബാധിതരാകുന്നവരെ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇതാണ് ഏകോപന സമിതിയുടെ പ്രതിബദ്ധത. അതുകൊണ്ട് ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനമാണ്, സമരം ചെയ്തേ പറ്റൂ എന്ന് ഞങ്ങൾ ആകാവുന്നത്ര ഒക്കെ പറയുന്നു. അതുകൊണ്ട് സമൂഹമാകെ അത് സ്വീകരിക്കുന്ന സമരം ചെയ്യും എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി വിഷയാവതരണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡയസ് പുല്ലൻ, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട്, റോയി വർഗീസ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.